സുവിശേഷം 6:17-18 വാക്യങ്ങൾ. നീ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടത്. പ്രൈസ് ഗോഡ്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം വ്യക്തമായിട്ട് കർത്താവിടെ പറയുകയാണ്, നാം ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് കർത്താവിന്റെ നാമത്തിൽ, അതായത് പിതാവിന് വിളങ്ങേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉപവാസത്തെ. രഹസ്യത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയെ കാണുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവം. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഇന്നിപ്പോ പല ഉപവാസങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മുടെ അടുത്ത സ്നേഹിതരോട് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ സഹായികളോട് പറയണ്ടെന്നോ അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. പലരും ചെയ്യുന്ന കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഓൺലൈൻ മീഡിയകളിലൊക്കെ 41 days അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസിദ്ധപ്പെടുത്താൻ വളരെ ഉത്സാഹം കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നവരെല്ലാം അവരുടെ രഹസ്യ പ്രാർത്ഥനകളിൽ എത്രത്തോളം ഉപവസിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവം അവരും തമ്മിലുള്ള കാര്യമാണ്. സ്തോത്രം. യഥാർത്ഥമായ ഉപവാസം എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഒരു വിശുദ്ധീകരണത്തെ ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ കോൺസിക്രേഷനെ കാണിക്കുന്നത്. അത് രഹസ്യത്തിൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അവിടെ കാണിക്കുന്നു. അവിടെ ഒരു മാറ്റം വരാതെ, അവിടെ ചില പുതുക്കലുകൾ വരാതെ, അവിടെ ആഴത്തിലുള്ള സമർപ്പണങ്ങൾ വെളിപ്പെടാതെ, സ്തോത്രം, നാം എത്ര ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും നാം വാടിയ മുഖം കാണിച്ചാലും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മുഖത്തിന്റെ പ്രസാദം, കാര്യം ഓഫ് കോഴ്സ് നമ്മൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരാം, നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കും. പക്ഷെ അതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരും യേശു പറയുന്ന കാര്യത്തോട് നമുക്ക് നോ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും യെസ് യെസ് എന്ന് പറയുന്ന ചില കാര്യങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ കൊണ്ട് നോ പറയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്തോത്രം, യോസഫിന്റെ കാര്യം തന്നെ എടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പോത്തീഫറിന്റെ ഭാര്യ കണ്ണും കൈയും കാണിച്ചു വിളിച്ച സമയത്ത് ആ പബ്ലിക്കിന്റെ മുമ്പിൽ ഒരുപക്ഷെ നോ പറയാനായിട്ട് ഹല്ലേലൂയ യോസേഫിന് എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ ആരും കാണാതിരുന്ന ആ സാഹചര്യത്തിൽ അവരോട് എതിർത്ത് നിൽക്കുവാൻ, നോ പറയുവാനായിട്ട് യോസേഫ് കാണിച്ച ആ ഒരു ധൈര്യം, അത് യഥാർത്ഥ വിശദീകരണം എന്ന് പറയാം. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന സ്പിരിച്വൽ ഡ്രാമാസ് അല്ല ശരിക്കും ഉപവാസം അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ മറ്റാരും കാണാതിരിക്കുമ്പോൾ നാമും പിതാവും തമ്മിലുള്ളൊരു ബന്ധം, അവിടെ നാം കാണിക്കുന്ന അനുസരണം, അവിടെ നാം ദൈവത്തോട് കാണിക്കുന്ന ദാഹം, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ യഥാർത്ഥ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ പുറമെ നമുക്ക് ഒരുപാട് ആത്മീയ നാടകങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. കാണിക്കുന്നവരൊക്കെ നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. സ്തോത്രം. ഈ 6-ാം അധ്യായം 1 മുതൽ, മത്തായിയുടെ സുവിശേഷം 6:1 മുതൽ നമ്മൾ സ്പഷ്ടമായി വായിച്ചു വരുമ്പോൾ കർത്താവ് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് കാണിക്കുന്ന പ്രവൃത്തികളെ കുറിച്ചും പ്രാർത്ഥനകളെ കുറിച്ചും ഒക്കെ കർത്താവ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ദൈവത്തോളം പ്രസാദിക്കുന്നുവെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം പ്രസാദിക്കും. ദൈവം എപ്പോഴും നോക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ആഴമേറിയ പരിവർത്തനങ്ങളും സമർപ്പണങ്ങളും മാറ്റങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്വേർഡ് അപ്പിയറൻസിലും ഔട്ട്വേർഡ് ജീവിതത്തിലും അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അപ്പോൾ തന്നെ ഒരു വിഭാഗക്കാർ പറയുന്ന ഒരു ടീച്ചിങ് ഉണ്ട്, ഹല്ലേലൂയ, ദൈവം പുറമെയുള്ളതല്ല അകമെയുള്ളതാണ് നോക്കുന്നത്. പക്ഷെ അകമ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറമെ നമ്മുടെ ലൈഫിൽ വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ നമുക്കത് നമ്മൾ അറിയാതെ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും.
അതിലാ ദൈവത്തിന് പ്രസാദമുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. യഥാർത്ഥ കോൺസിക്രേഷൻ നടക്കുന്നത് സ്തോത്രം നമ്മുടെ ഹൃദയത്തിന്റെ അകത്താണുള്ള തിരിച്ചറിവ്. അതൊരിക്കലും ഒരു ആത്മീയ നാടകമല്ല. സ്തോത്രം. നമ്മുടെ മുഖം വാടി കാണിക്കുന്നതല്ല. ഇവിടെ കർത്താവ് പറയുന്നത് നിന്റെ മുഖം കഴുകുക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ നാടകങ്ങളെ നമ്മൾ മാറ്റിവെക്കുക. ആ മുഖ ആവരണങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. അതിന് കഴുകി ദൂരെ എറിഞ്ഞിട്ട് ഹൃദയത്തിന്റെ അകത്ത മനുഷ്യനുണ്ട്, ആ നിഗൂഢ മനുഷ്യൻ എന്നൊക്കെ ബൈബിള് പറയുന്നു. അതിന് പിതാവിന് കാണാൻ തക്കവണ്ണം വെളിപ്പെടുത്തുക. നമ്മൾ അവിടെയാ ദൈവം ഇറങ്ങി വരുന്നത്. ഹൃദയത്തിന്റെ അകത്ത മനുഷ്യൻ, ഗൂഢ മനുഷ്യൻ, നമ്മൾ ആരും കാണാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനുഷ്യൻ നമ്മുടെ എല്ലാ ഹൃദയത്തിനുള്ളിലുണ്ട്. ആ മനുഷ്യനെ ദൈവത്തിന് പ്രസാദമാകുമാറി സമർപ്പിക്കുക. ദൈവത്തിന് വിളങ്ങേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ ഉപവാസം അവിടെയാണ്. ഹല്ലേലൂയ. യഥാർത്ഥ സമർപ്പണം അവിടെയാണ്. അവിടെ പിശാച് തോറ്റുപോകുന്നത്. സ്വതന്ത്രം നമ്മൾ ഭക്ഷണം കുടിക്കാതിരിക്കുന്നതുകൊണ്ടല്ല പിശാച് നോക്കുന്നത്. ആ സമർപ്പണത്തില് അവിടെ ഭയങ്കര എന്താ പറയാ ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത് ആ ഒരു സമർപ്പണമാണ്. അവിടെ ദൈവം ഇറങ്ങി വന്ന് പ്രസാദിക്കും. ഒരു പക്ഷെ അത് തകർന്നുകൊണ്ടായിരിക്കും സമർപ്പിക്കുന്നത് ആ യാഗം. കണ്ണീരിലായിരിക്കും ഒരു പക്ഷെ യാഗം സമർപ്പിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ചില തിരിച്ചറിവുകളിലായിരിക്കും ആ യാഗം സമർപ്പിക്കപ്പെടുന്നത്. അതുമല്ലെങ്കിൽ ചില അധികാരങ്ങളുടെ കൈമാറ്റങ്ങളിലായിരിക്കും ആ യാഗം സമർപ്പിക്കപ്പെടുന്നത്. അതാണ് സത്യത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ താഴ്മയിലോട് നമ്മളൊന്നുമല്ല കർത്താവേ, അവിടുന്നാണ് എന്റെ എല്ലാം എന്നുള്ള ആഴമേറെ തിരിച്ചറിവുകൾ. അപ്പോൾ തന്നെ ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലുത് കർത്താവാണ്. എന്റെ ആഗ്രഹവും കർത്താവിനോടാണ്. അത് കഴിഞ്ഞേ എനിക്ക് മറ്റെന്തും ആഗ്രഹവും ഉള്ളൂ എന്നുള്ള സമർപ്പണം. അവിടെ എത്രത്തോളം നാം സമർപ്പിക്കുന്നതോ, എത്രത്തോളം ദൈവവുമായിട്ട് നാം ഇഴുകിച്ചേരുന്നുവോ, സ്തോത്രം, ദൈവത്തോട് നാം ഒട്ടിയിരിക്കുന്നുവോ, സ്തോത്രം, അവിടെ ഹല്ലേലൂയ ദൈവത്തിന് ശക്തമായിട്ട് ഇറങ്ങി വരാൻ കഴിയും. അപ്പോൾ തന്നെ ശത്രുവിന്റെ കരങ്ങൾ എത്ര അധികമായി നമ്മൾക്കെതിരെ പ്രവർത്തിച്ചാലും ആ കരങ്ങളെല്ലാം കർത്താവ് നിഷ്പ്രയാസ കർത്താവ് അതിനെ നമ്മളിൽ മാറ്റിക്കളയാൻ ഇടയാക്കി. ഹല്ലേലൂയ. ഇത് വലിയൊരു മർമ്മമാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ആഴമേറിയ സമർപ്പണം നമ്മുടെ ലൈഫിൽ എത്രത്തോളം വെളിപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ കരം നമ്മളിലോട്ട് ഇറങ്ങി വരികയും ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങൾ അതുകൊണ്ട് ദൈവസേനയില് ഹല്ലേലൂയ പുറമേ ഉള്ളതല്ല, സ്തോത്രം, അകമേ ഉള്ളതിനെ നോക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലോട്ട്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റ് ചിലരൊക്കെ കാണിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ആത്മീക നാടകങ്ങൾ നമ്മൾ അറിയാതെയൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ സ്തോത്രം, അതിനെല്ലാം ഒന്ന് മാറി നിന്നുകൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം അതിന് പുറമേ ഭയങ്കര റിലീജിയസ് ആയിട്ടൊക്കെ കാണിക്കാൻ പലരും ഇഷ്ടപ്പെടും. സ്തോത്രം, ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആണ്, ഭയങ്കര റിലീജിയസ് ആണ് എന്ന് പുറമെ കാണിക്കുന്നതല്ല. അകമേ അപ്പനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പനുമായിട്ടുള്ള അനുസരണത്തിലാണ് ഏറ്റവും വലിയ കാര്യം. അനുസരണം എന്ന് പറയുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. യാഗങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത് അനുസരണമാണ്. സ്തോത്രം. ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിന് വേണ്ടി ആഴമേറിയ രീതിയിൽ നമ്മെ സമർപ്പിക്കാനുള്ള മൈൻഡാണ്. സ്തോത്രം. അതുകൊണ്ട് ശാന്തമായിരിക്കുമ്പോൾ ശാന്തമായിരുന്നു കർത്താവ് സമയം നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. കർത്താവേ, എന്റെ രഹസ്യ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം പരസ്യമായതിനെല്ലാം അപ്പുറമായിട്ട് അങ്ങേ പൂർണ്ണമായിട്ടും അനുസരിക്കുവാൻ, അങ്ങനെ ശബ്ദങ്ങളെ കേൾക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ ഞാൻ ഭാഗ്യവാനാണ്. കർത്താവേ സ്തോത്രം. അങ്ങനെ ഇടപെടലുകൾ അങ്ങനെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയാത്ത ചില മണ്ഡലങ്ങളെ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ ഇതുവരെ കാണാത്ത ചില എന്റെ കൈകൾക്കോ എന്റെ ബുദ്ധിക്കോ എന്റെ ശക്തിക്കോ എത്താൻ കഴിയാത്ത ചില മണ്ഡലങ്ങളെ സ്തോത്രം, എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ചില മണ്ഡലങ്ങളെ ജയിക്കുവാൻ സ്തോത്രം ശാന്തമായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം കഴിക്കുന്ന ചില പ്രാർത്ഥനകൾക്കും സമർപ്പണങ്ങൾക്കും സാധിക്കും. നമ്മൾ ഉച്ചത്തിൽ ഒരു പക്ഷെ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം, ഉച്ചത്തിൽ ഒരു കൈയടിക്കുന്നില്ലായിരിക്കാം, പക്ഷെ വളരെ ശാന്തതയിൽ വളരെ സ്റ്റില്ലായിരിക്കുമ്പോൾ നാം എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില സമർപ്പണങ്ങൾ ശത്രുവിന്റെ കോട്ടകളെ ഇളക്കി മറിക്കുന്നതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നാം എടുക്കുന്ന ആഴമേറിയ ചില സമർപ്പണങ്ങൾ, ചില എന്താ പറയാ ചില ഡിറക്ഷൻസ് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ ഹല്ലേലൂയ വലിയ കോട്ടകളെ ഇടിച്ചു കളയുന്ന തീരുമാനങ്ങളായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ദിവസങ്ങൾ ഹല്ലേലൂയ ശാന്തമായി കർത്താവിനിരിക്കുവാൻ ഒരു അനുഭവം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആ സമയത്ത് ബാക്കി എല്ലാ ഡിസ്റ്റർബൻസിനെ മാറ്റി വെച്ചുകൊണ്ട്
ഞാനും എന്റെ പിതാവും മാത്രമെന്ന നിലവാരത്തിൽ പറ്റുമെങ്കിൽ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നമ്മുടെ ഭവനത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ശാന്തമായിരുന്ന കർത്താവിനോടൊന്ന് സംസാരിക്കുവാൻ, അപ്പോൾ തന്നെ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ, വലിയ സമർപ്പണങ്ങളെ, വലിയ തീരുമാനങ്ങളുടെ, പ്രതിഷ്ഠകളുടെ പുതുക്കലുകളെ അത് ആരും അറിയാതെ സ്തോത്രം രഹസ്യത്തിൽ നാം ചെയ്യുന്നുവെങ്കിൽ ഇതുവരെ ആരും അറിയാത്ത രഹസ്യങ്ങളെ കർത്താവ് നമ്മളോട് കൈമാറുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മൾ അനുഭവിക്കാൻ ഇടയായി തീരും. അങ്ങനെ ചില മണിക്കൂറുകളെ അല്ലെങ്കിൽ സമയങ്ങളെ കർത്താവിന്റെ സ്ഥലയിൽ എടുക്കുവാൻ, ചിലവഴിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പകൽക്കാലത്തെ ചിന്തയുടെ